ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കിരൺ, ദേ ഹർഷിത. ഇരിക്ക്. കുടിക്കാൻ എന്താ വേണ്ടേ? ജ്യൂസോ കൂൾ ഡ്രിങ്ക്സോ അങ്ങനെ എന്തെങ്കിലും മതി. ആരിഷോ? യെസ്. കഴിക്കാനോ? യുവർ ചോയ്സ്. ഓൾറൈറ്റ്, ഇപ്പൊ വരാം. ഹലോ, നീ പബ്ബിലെത്തിയോ? യെസ്. പെൻഡ്രൈവ് വാങ്ങാനുള്ള ആള് പുറത്തു വരും. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. വേറെ ആരെങ്കിലും കൊണ്ട് കൈമാറ്റം നടത്തിയാൽ മതി. ബി സേഫ്. ഓക്കെ. ഹലോ. ഹലോ അഞ്ജന. എന്തിനപ്പ വിളിച്ചേ? അത് പബ്ബിൽ അടിച്ചു പൊളിക്കുന്ന സമയത്ത് എന്നെ ഓർക്കില്ലെന്നാ ഞാൻ കരുതിയത്. എടീ, എനിക്കെന്തോ ആകെ ഒരു ടെൻഷൻ പോലെ. എന്തിന്? നമുക്കിതൊന്നും പരിചയമില്ലല്ലോ. അത് കൊള്ളാം. ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്നും പരിചയപ്പെടുന്നേ. ഞാനാണെങ്കിൽ പബ്ബും ഡാൻസൊക്കെ സിനിമയിലേ കണ്ടിട്ടുള്ളൂ. ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഭാഗ്യം കിട്ടുന്നത് ഒരു വലിയ കാര്യല്ലേ. അതും കല്യാണം കഴിക്കാൻ പോകുന്ന ആളുടെ കൂടെ. വെറുതെ ഓരോന്ന് ആലോചിച്ച് ടെൻഷൻ ആവാതെ കിട്ടിയ അവസരം നീ എൻജോയ് ചെയ്യ്. കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. നീ അടിച്ചു പൊളിക്ക്. അമ്മ ആന്റി എന്നെ തിരക്കിയോ? ഇല്ല, ഇവിടെ ആർക്കും നിന്നെ തിരക്കാനൊന്നും സമയമില്ല. അല്ലെങ്കിൽ തന്നെ നീ പൃഥ്വിയുടെ കൂടെ പുറത്തു പോയിരിക്കാന്ന് ഇവിടെ എല്ലാവർക്കും അറിയാലോ. പിന്നെന്താ? അത് ശരിയാ. അപ്പൊ പിന്നെ സംസാരമില്ല. ഉള്ള സമയം തകർത്തോ. ശരി, ഓക്കെ, ബൈ. അവളുടെ ഒരു ഭാഗ്യം. എനിക്ക് ഇതുപോലെ ഒരുത്തനെ കിട്ടിയാ മതിയായിരുന്നു. നിർത്ത 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 ഇവിടെ നിർത്ത. ഹോട്ടലോ? ദാ കിരണും തുറക്കി ഇതിനകത്ത് തന്നെ ആയിരിക്കും കേറിയത്. സ്റ്റോപ്പ് മാഡം, നിങ്ങൾക്ക് അകത്തേക്ക് പോകാൻ പറ്റില്ല. അതെന്താ? ഇത്രയും ആൾക്കാർക്ക് പോകാമെങ്കിൽ ഞാൻ പോയാലെന്താ കുഴപ്പം? സോറി മാഡം, ഡ്രസ് കോഡ് ഇല്ലാതെ അകത്തേക്ക് പോകാൻ പറ്റില്ല. ഡ്രസ് കോഡോ? താൻ എന്താ ഈ പറയുന്നേ? മേഡം, സാരി ഉടുത്ത് അകത്തേക്ക് വിടാൻ പാടില്ല. അതാ ഇവിടുത്തെ റൂൾ. ഇതെന്ത് ന്യായ പറയുന്നേ? ഞാൻ അകത്തേക്ക് പോകുമ്പോ സാരി ഉടുത്താ തനിക്ക് എന്താ കുഴപ്പം? പറഞ്ഞല്ലോ മാഡം, അതാണ് ഇവിടുത്തെ റൂള്. നിങ്ങൾ എങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെ? എന്താ പ്രശ്നം? ഈ ലേഡി സാരി ഉടുത്ത് അകത്തേക്ക് കയറണമെന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നു. Ma'am, there is some rules and regulations to be followed. This is a 4-star hotel. Please understand the situation. എന്തോന്ന്? So you are not allowed.
നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ പറയുന്നത് എന്താ നിങ്ങൾക്ക് മനസ്സിലാവാത്തെ? എനിക്ക് അത്യാവശ്യമായിട്ട് അകത്തൊരാളെ കാണാനുണ്ട്. അങ്ങനെ എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ എക്സ്ട്രാ പേ ചെയ്യണം. ഓ, അപ്പൊ അതാണ് കാര്യം. എന്റെ കയ്യിൽ നിന്ന് കാശ് അടിച്ചു മാറ്റാനുള്ള വഴിയാ നോക്കുന്നേ. തരാം തരാം, ഇപ്പൊ തരാം. എത്രയാ വേണ്ടേ? 50 100? മാം, ഇറ്റ്സ് ജസ്റ്റ് 15,000 rupees. എന്തോ 15,000 രൂപ. 15,000 രൂപയോ? യെസ് മാം. 15,000 രൂപയുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാന്നറിയോ? നിങ്ങൾക്കൊന്നും ബോധമൊന്നുമില്ലേ? മാം പ്ലീസ്, ഒച്ച വെച്ചിട്ട് ഒരു കാര്യമില്ല. 15,000 രൂപ മുടക്കി ഇതിനകത്ത് പോണെങ്കിൽ എന്തായിരിക്കും ഇതിനകത്ത് നടക്കുന്നത്? അതെങ്ങനെ അറിയും? അല്ല, ഈ 15,000 രൂപ മുടക്കി ഇതിനകത്ത് പോകാൻ മാത്രം ഇതിനകത്ത് എന്താ ഉള്ളത്? ഡ്രിങ്ക്സ് ആൻഡ് ഡിന്നർ മാഡം. എന്താ, ഡ്രിങ്ക്സോ? അതെ മാം. അപ്പോ ഇതിനകത്ത് പോകുന്ന എല്ലാവരും മദ്യപിക്കോ? ഡ്രിങ്ക്സ് കഴിക്കാനും പാർട്ടിയും ചെയ്യാനോ അല്ലെങ്കിൽ പിന്നെ എന്തിനാ മാം വെറുതെ കാശ് മുടക്കുന്നത്? എടി ദുർഗെ, മദ്യപിച്ച് കൂത്തടിക്കലാണല്ലോ എന്തിനു പണി. കാണിച്ചരാട്ടോ, കാണിച്ചരാ. മാറി നീക്ക കറുത്തറാക്കുളെ. ഇനിയും അവരകത്തോട്ട് വരാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചിട്ട് മാത്രം അകത്ത് കയറ്റി വിട്ടാൽ മതി. പറഞ്ഞത് മനസ്സിലായല്ലോ? അശ്വതിക്ക് ഈ ആംബിയൻസ് ഒക്കെ ഇഷ്ടമായോ? ഞാൻ ഫസ്റ്റ് ടൈമാ ഇവിടെയൊക്കെ വരുന്നത്. ഇനി ഇതൊക്കെ യൂസ്ഡ് ആയിക്കോളും. ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കണം എന്നാ എന്റെ പോളിസി. എന്റെ പാർട്ണറും അങ്ങനെ ആകണമെന്നാ എന്റെ ഡ്രീം. പൃഥ്വിയുടെ ഇഷ്ടത്തോട് പൊരുത്തപ്പെടാൻ ഞാൻ ശ്രമിക്കാം. ഗുഡ്. അത് പിന്നെ അങ്ങനെയല്ലേ? ഞാനതാ മച്ചാനെ. ഹായ് ഹലോ. ഹായ്. ഏയ്, ഇത് അഷിത, എന്റെ വുഡ് ബി. ഹായ് ഹായ്. ഹായ്. ഹലോ. ഹായ് അർഷിത. ഹായ്. ഹലോ. ഹായ്. ഹായ് അഷിത, വെൽക്കം ടു ദ ഗാങ്. ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സാ. Come on, come on, Hey, come on, Ashita. Come on. അശി, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. ശരി. കിരൺ, ദേ ഹർഷിത.